അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെയും പൂർത്തിയായി കിട്ടാൻ വേണ്ടി, അതൊന്ന് നിറവേറ്റി കിട്ടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ മഹാന്മാർ പഠിപ്പിച്ച മുജറബായ, പരിശോധിച്ച് ഫലം കിട്ടിയ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം കണ്ടിരിക്കും. ചെയ്യുമ്പോൾ നല്ല അതബോടെ തന്നെ, നല്ല വിശ്വാസത്തോടുകൂടെ തന്നെ ചെയ്തിരിക്കണം. ബിഗ്യത്തുൽ മുസ്തർഷിദീൻ എന്ന കിതാബിൽ നമുക്ക് ഈ വിഷയം കാണാം. മഹാന്മാർ പറയുന്നു, മൻ ഖറഅ യാസീൻ 4 മറാത്തിൻ ലാ യഫറഖു ബൈനഹുമാ ബികലാമിൻ ഫീ മൗദിഇൻ നളീഫിൻ. ഒരാൾ യാസീൻ സൂറത്ത് 4 തവണ പാരായണം ചെയ്യുന്നു, അതിനിടയിൽ മറ്റു സംസാരങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് അദ്ദേഹം പാരായണം ചെയ്യുന്നു 4 തവണ യാസീൻ സൂറത്ത്. എന്നിട്ട് ആ 4 തവണ യാസീൻ സൂറത്ത് ഓതിയതിന് ശേഷം അദ്ദേഹം ഈ പ്രാർത്ഥനയെ അദ്ദേഹം നടത്തുന്നു. ഏതാണ് ആ പ്രാർത്ഥന? ഈ പ്രാർത്ഥന 3 പ്രാവശ്യം അദ്ദേഹം നടത്തുന്നു. 3 പ്രാവശ്യം ഈ പ്രാർത്ഥന അദ്ദേഹം നടത്തുന്നു. ഏതാണ് ആ പ്രാർത്ഥന? സുബ്ഹാനൽ മുനഫ്ഫിസി അൻ കുല്ലി മദിയൂൻ, സുബ്ഹാനൽ മുഫർരിജി അൻ കുല്ലി മഹ്സൂൻ, സുബ്ഹാന മൻ അംറുഹു ബൈനൽ കാഫി വന്നൂൻ, സുബ്ഹാന മൻ ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, യാ മുഫർരിജൽ ഹുമൂം, യാ ഹയ്യു യാ ഖയ്യൂം, صل على سيدنا محمد وآله وافعل لي كذا وكذا. ഈ ഒരു പ്രാർത്ഥന അതിനുശേഷം അദ്ദേഹം നടത്തുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആവശ്യം അത് നിറവേറിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ ആവശ്യം അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുത്തിരിക്കും. ഇപ്പം നല്ലൊരു സമയം സെലക്ട് ചെയ്ത് ആ ഒരു സമയത്ത് നല്ല നിലക്ക് ഇരുന്ന് മറ്റു സംസാരങ്ങളെല്ലാം ഒഴിവാക്കി, മൊബൈൽ ഫോൺ എല്ലാം ഒഴിവാക്കി നല്ല സ്ഥലത്തിരുന്ന് 4 തവണ യാസീൻ സൂറത്ത് ഓതുക. അതിനുശേഷം ഈ ദുആ നടത്തുക. എന്നാൽ നിങ്ങളുടെ ഏത് ആവശ്യവും ഉണ്ടെങ്കിൽ ആ ആവശ്യം റബ്ബിനോട് തുറന്നു പറയുക. ഉറപ്പായും ആ ഉദ്ദേശം നടന്നു കിട്ടിയിരിക്കും. ഇത് മഹാന്മാർ നമുക്ക് മുജറബായി പരിശോധിച്ച് ഫലം കിട്ടിയ ഒരു കാര്യമായി അവർ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.